അടിമാലിയിലേക്ക് പോകാം നമുക്ക്. അടിമാലി ശ്രീറാം ഫിനാൻസിനെതിരെയും പരാതിയാണ്. ഉപഭോക്താക്കൾ അറിയാതെ ലക്ഷങ്ങൾ വായ്പ എടുത്തതായാണ് ആരോപണം. 4 ലക്ഷം രൂപ വായ്പ എടുത്ത വ്യക്തി 1,25,000 രൂപയാണ് തിരിച്ചടക്കേണ്ടത്. അടിമാലി സ്വദേശി ഷാബിൻ അറിയാതെ 3 ലോണുകൾ കൂടി ഫിനാൻസ് എടുത്തു. 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത അടിമാലി സ്വദേശി അമൽ അറിയാതെ 2 വായ്പകളാണ് ഫിനാൻസ് എടുത്തത്. സിബിൽ സ്കോർ കൂടിയവരുടെ പേരിൽ ലോൺ എടുത്ത് സിബിൽ കുറഞ്ഞവർക്ക് നൽകുന്നതായി പരാതിക്കാർ പറഞ്ഞു. സോഫ്റ്റ്വെയർ തകരാർ എന്നാണ് ശാഖാ മാനേജറുടെ മറുപടി. പ്രതിഷേധത്തിനൊടുവിൽ അടിമാലി ശ്രീറാം ഫിനാൻസ് താൽക്കാലികമായി പൂട്ടി. രാഹുൽ സുരേഷ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഒരിടത്തു നിന്നല്ല വിവിധ ഇടങ്ങളിൽ നിന്ന് പരാതി ഉയരുകയാണ്. ഒരു ബന്ധവും, പ്രത്യേകിച്ച് ഒരു വായ്പ എടുക്കുന്നതിനായി ജാമ്യം നിന്നവർ പോലും പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അടിമാലിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? റോഷ്നി, അടിമാലിയിലെ ഈ വായ്പ എടുത്ത ആളുകൾ മറ്റൊരു വായ്പ എടുക്കാനായി SBയിൽ ഉൾപ്പെടെ പോയപ്പോഴാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരകളായി എന്ന കാര്യം അവർ അറിയുന്നത്. അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അടിമാലി സ്വദേശിയായിട്ടുള്ള ഷാബിൻ 4 ലക്ഷം രൂപ അവിടെ നിന്നും ലോൺ എടുത്തിരുന്നു. അതിൽ 2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ വീടിന്റെ വായ്പയുമായി ബന്ധപ്പെട്ട് SBയിൽ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ ലോണുകൾ ഇപ്പോൾ പെൻഡിംഗ് ആണെന്ന കാര്യം അവർ പറയുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ താങ്കൾ അറിയാതെ, അതായത് ഈ ഷാബിൻ അറിയാതെ മറ്റു 3 ലോണുകൾ കൂടി ഈ ശ്രീറാമിൽ നിന്നും അവിടെയുള്ള ആളുകൾ എടുത്തിരുന്നു എന്ന കാര്യം അറിയുന്നത്. 4 ലക്ഷം രൂപ ലോൺ എടുത്തു, 2 ലക്ഷം രൂപ തിരിച്ചടച്ചു, ബാക്കി 2 ലക്ഷം രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ഷാബിൻ തിരിച്ചടക്കേണ്ടതായി കാണിക്കുന്നത് 12,50,000 രൂപയാണ്. അത് ഷാബിന്റെ മാത്രം കാര്യമല്ല, 1.5 ലക്ഷം രൂപ ലോൺ എടുത്ത അടിമാലി സ്വദേശി അമൽ അറിയാതെ മറ്റ് 2 ലോണുകൾ കൂടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളുടെ പേരിൽ ഇവിടെ നിന്നും ഈ വ്യാജ വായ്പകൾ എടുത്തിട്ടുണ്ട് എന്നതാണ് ഈ പരാതിക്കാർ ഏറ്റവും കൂടുതൽ പറയുകയും ചെയ്യുന്നത്. ഈ പരാതിക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ സിബിൽ സ്കോർ കൂടുതലുള്ള ആളുകളുടെ പേരിൽ നിന്നും ഇവിടെ നിന്നും വായ്പ എടുത്ത ശേഷം സിബിൽ സ്കോർ കുറവുള്ള ആളുകൾക്ക് ശ്രീറാം ഫിനാൻസ് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന വലിയ പരാതിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വയനാട്ടിലെ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്നലെയും ഇന്നുമായി കുറേയധികം പരാതിക്കാർ ഈ ശ്രീറാമിന്റെ അടിമാലി ശാഖയിൽ എത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായതോടെ അടിമാലി പോലീസ് എത്തി ശാഖാ മാനേജർ അടക്കം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ചർച്ച നടത്തിയ ശേഷം ഇനി അടിമാലിയിലെ ശാഖ തുറന്നാൽ മതി എന്ന് പറയുകയും ഈ അടിമാലിയിലെ ശാഖ താൽക്കാലികമായി അടച്ചു പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ശാഖയിലുള്ള മാനേജർ അടക്കം പറയുന്നത് തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. 2 അക്കൗണ്ടുകൾ, അതായത് ഈ ശ്രീറാമിന്റെ ഭാഗമായിട്ടുള്ള 2 അക്കൗണ്ടുകൾ മെർജ് ചെയ്തിരുന്നു. ഈ മെർജ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണ്. അത് കൊച്ചിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുകയുള്ളൂ. തങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല എന്ന ഒരു വാദമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും അടിമാലിയിലെ മാത്രമല്ല റോഷ്നി, മുരിക്കാശ്ശേരിയിൽ നിന്നടക്കമുള്ള ശ്രീറാമിന്റെ കൂടുതൽ ശാഖകളിൽ നിന്നും പരാതികൾ പുറത്തു വരുന്നുണ്ട്. ആ പരാതികൾ എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകും. എന്തായാലും ആളുകൾ പറയുന്നതനുസരിച്ച് വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും ശ്രീറാം ഫിനാൻസിന്റെ അധികൃതർ പറയുന്നത് തട്ടിപ്പ് നടന്നിട്ടില്ല, സാങ്കേതിക പിഴവ് മാത്രമാണ് ഉണ്ടായത് എന്ന ഒരു ന്യായീകരണമാണ് റോഷ്നി. ഇതെന്ത് തരം സാങ്കേതിക പ്രശ്നമാണ് എന്നുള്ളതാണ് ചോദിക്കാനുള്ള ചോദ്യം. സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ കൈയൊഴിയാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല ഇത് വലിയ വിഷയമാണ്.